നമ്മൾ ഇന്നുള്ളത് മലപ്പുറം തിരുനാവായുള്ളൊരു സൈറ്റിലാണ്. അവിടെ നമ്മൾ റാൻഡറബിൾ ക്ലാഡിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ക്ലാഡിങ് സ്റ്റോൺസ് ആണ്. നമുക്കതൊക്കെ ഒന്ന് കാണാം. ചെയ്തിട്ടുള്ളത് ഒരു നോർമലി എല്ലാ വീടുകളിലും എലിവേഷനും അതേപോലെ എക്സ്റ്റീരിയർ വാള് അല്ലെങ്കിൽ സിറ്റ് ഔട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ളത് കുറച്ച് പ്രത്യേകതയുള്ള സ്ഥലങ്ങളിലാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്ത് വരികയാണ്. ഈ ഏരിയയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാ നമ്മളൊരു സ്ഥലത്തേക്കുള്ളൊരു എൻട്രിയാണ്. ആ സ്ഥലം നിങ്ങൾക്ക് കാണാം. ആ ഒരു പാസേജാണ്. ആ പാസേജിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം വാള് മൊത്തം നമ്മൾ, അതായത് ഇതിൻ്റെ മുകളിലടക്കം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തിയിട്ടുണ്ട്. ടോപ്പിലെല്ലാം ഇതന്നെ ചെയ്തു. ഇവിടെ ഒരു പുളിമരമുണ്ട്, അതൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അവിടുന്ന് ഇതാ ഈ പാസേജിലൊക്കെ ഇങ്ങനെ ചെയ്ത് വന്ന് നമ്മൾ എത്തുന്നത് ഒരു നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. വാ ഇവിടെയൊക്കെ ചെയ്തു. ഈ വാളൊക്കെ ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കിണറുണ്ട് അപ്പുറത്ത്, അത് കാണാം. നമ്മൾ ഈ പൂളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ പൂളിലേക്കുള്ളൊരു എൻട്രി, ഒരു പാസേജാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വാ ഇവിടെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു വാളാണ്. അവിടെയും നമ്മൾ ചെയ്തു. ആ ഒരു വാളിൽ അതായത് അറ്റം വരെ പോയി. അവിടുന്ന് ഈ ഒരു അറ്റം വരെ വന്നിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു വാളിൽ ചെയ്ത് പിന്നെ ഈ പൂളിൽ നിന്ന് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ കയറി വരേണ്ട ഒരു ഏരിയ കയറി വന്ന് നമ്മളൊന്ന് ഫ്രഷ് ആവേണ്ട, അല്ലെങ്കിൽ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ഒരു സെറ്റപ്പാണ്. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതും ഈ ഒരു റാൻഡറബിൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് റാൻഡറബിൾ തന്നെ. പിന്നെ ഈ വീട്ടിൽ നമ്മൾ ഈ ഒരു വാട്ടർ ബോഡി കണ്ടു. ഇനി നമ്മളൊരു 1-2 വാട്ടർ ബോഡിയും കൂടി കാണാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ റാൻഡറബിൾ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതും കാണാം. അതിന് ഈ പാസേജിലൂടെ തന്നെ നമ്മൾ തിരിച്ച് കയറി ചെല്ലണം. ഈ റാൻഡറബിൾ സ്റ്റോണ് നമുക്ക് വരുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. നമുക്ക് ഈ സ്റ്റോണ് റാൻഡറബിൾ സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ഇപ്പം ക്ലാഡ് ചെയ്തിട്ടുള്ള ഈ റാൻഡറബിൾ സ്റ്റോൺ എന്ന് പറയാൻ കാരണം ഇതെല്ലാം ഒരു അൺഈവൻ ഷേപ്പിൽ, അതായത് ഇറഗുലർ പാറ്റേണിലും ഇറഗുലർ സൈസിലൊക്കെയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റാൻഡറബിൾ എന്ന് പറയുന്നത്. ആ റാൻഡറബിൾ സ്റ്റോൺ, ഈ സ്റ്റോൺസ് എല്ലാം വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തുന്നതാണ്. അതായത് നമ്മൾ ലോഡ് കണക്കിന് ഐറ്റം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുന്നതാണ്. അത് നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നു. ഇതുപോലത്തെ ഒരുപാട് ഏരിയകൾ ഇതിപ്പം നിങ്ങളറിയേണ്ടത് ഒരു വീടിൻ്റെ എലിവേഷനോ കാര്യങ്ങളോ അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ സ്പോട്ടാണ് ഈ വീടിൻ്റെ. കാരണം പെട്ടെന്ന് ആരും കാണാത്തൊരു ഏരിയയാണ്. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ കസ്റ്റമറിന് തീർച്ചയായിട്ടും ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും ആർക്കിടെക്റ്റിനും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടും നമ്മൾ ഈ ഒരു ഏരിയയിൽ മൊത്തം റാൻഡറബിൾ സ്റ്റോൺ ചെയ്തു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു വാട്ടർ ബോഡിയാണ് പൂള്. പിന്നെ അടുത്തൊരു വാട്ടർ ബോഡി നമ്മൾ വെല്ല് വരുന്നുണ്ട്, കിണർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു പോണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. നമ്മൾ ഈ ഒരു പാസേജിൽ ഇതേപോലെ ഫേണ് പോലെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഇട്ട്, അതായത് ഈ പ്ലാന്റ്സും കൂടി വരുമ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടും നമ്മൾ ഈ റാൻഡറബിൾ സ്റ്റോൺ. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, അതപ്പം ഈ ഒരു സൈഡിലാണെങ്കിലും ഈ പാസേജിൽ ഇട്ടേക്കുന്ന ഈ പുളിമരത്തിന് താഴെയായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നട്ട് അതും കുറച്ചുകൂടിയും ഭംഗിയായി. ഇനി നമ്മൾ അടുത്തൊരു വാട്ടർ ബോഡിയിലേക്ക് പോവാം. ഇത് വരുന്നതൊരു വെല്ലാണ്, കിണറാണ്. ആ കിണറിൽ നമ്മൾ റിസ്ക്കാണിത്. കാരണം അങ്ങോട്ട് വീണാലും ഇങ്ങോട്ട് വീണാലും വെള്ളത്തിലാവും. ഇവിടെ ഈ ഒരു കിണർ കണ്ടോ നിങ്ങൾ? ഈ ഒരു കിണറിൽ നമ്മളെ പണിക്കാർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റാൻഡറബിൾ ചെയ്യാൻ. കാരണം നോർമലി നമ്മൾ ടോപ്പിൽ ചെയ്ത് നിർത്തുമായിരുന്നു, ഇതുവരെ ചെയ്ത് നിർത്തും. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം കൂടി നമ്മൾ കുറച്ച് ചെയ്തു. ഒരു പടവ് ചെയ്തു. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പണിക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ചെയ്തു. ഈ പോണ്ട് പോലെ തന്നെ വേറൊരു റാൻഡറബിൾ ക്ലാഡിങ് ചെയ്തൊരു വാട്ടർ ബോഡിയാണ് ഒരു പോണ്ട്. ഈ പോണ്ടിൽ നമ്മൾ ഫുൾ, അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ വാള് മൊത്തം റാൻഡറബിളാണ്. ഇതിപ്പം ഓപ്പൺ ആയിട്ടില്ല. ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ വരുന്നത് ഏകദേശം 2 months കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ചുകൂടി നല്ല, അതായത് ഇത് ഓപ്പൺ ആയിട്ടുള്ള, ഇതിൻ്റെ യൂസബിൾ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും വരും. ഓക്കെ, ഇതുപോലുള്ള
ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളോ അല്ലെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളോ പേവിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസോട്ടിക് സ്റ്റോണിനെ ബന്ധപ്പെടുക.